പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഞങ്ങളുടെ പ്രയാണത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഞങ്ങളുടെ യാത്രയുടെ ഭാഗങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ പുതിയ പുതിയ അതിഥികളെ നിങ്ങൾ കാണുന്നുണ്ട്. സ്നേക്ക് മാസ്റ്റർ ടീം ഒട്ടനവധി വ്യത്യസ്തരെ എത്തിക്കുന്നു, ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. എന്തായാലും ഞങ്ങളുടെ യാത്രയിലെ പഴയ അതിഥികളെയൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ അതിഥികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ യാത്രയിൽ ഒപ്പിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്രാവശ്യവും നമ്മളൊരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്തുകയാണ്. പുതിയ അതിഥി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ഒത്തിരി പുതിയ അതിഥികളെ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നവരെ ഇപ്പോൾ നമ്മുടെ വനമുള്ള അതിഥികളുടെ മുട്ടയിടൽ സമയവും പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ വയറ്റിൽ തയ്യാറാകുന്ന സമയമാണ്. കുഞ്ഞുങ്ങൾ വയറ്റിൽ തയ്യാറാകുന്നപ്പോൾ നിങ്ങൾക്കറിയാം, വനമുള്ള പാമ്പിൽ കുഞ്ഞുങ്ങൾ വയറ്റിൽ തയ്യാറാകുന്നത് അണലി വർഗ്ഗത്തിന് മാത്രം, റസൽസ് വൈപ്പറിന് മാത്രമാണ്, ചേനത്തണ്ടന്മാർക്ക് മാത്രം, അണലി വർഗ്ഗത്തിന് മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രേക്ഷകർ ആദ്യമായി പരിചയപ്പെടാൻ പോകുന്ന അതിഥി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു അതിഥിയെ പിടികൂടി ഒരു ബോട്ടിലാക്കി വീട്ടിൽ കൊണ്ടുവച്ചു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിനെ കൂട്ടിലേക്ക് തുറന്നു വിടാനായിട്ട് നോക്കിയപ്പോൾ ആ ഒരു ബോട്ടിൽ കുറച്ച് വെള്ള ഉണ്ട ഒരു സാധനം കിടക്കുന്നു. അപ്പോൾ ഞാൻ പിറ്റേന്ന് രാത്രിയാണ് ഞാൻ കാണുന്നത്. പിറ്റേന്ന് രാവിലെ ഞാൻ വെട്ടത്തിൽ നോക്കിയപ്പോൾ അറിയുന്നത് ആ അമ്മ മുട്ടയിട്ടിരിക്കുകയാണ്. മൂർഖൻ പാമ്പ് അഥവാ സ്പെറ്റിക്കിൾഡ് കോബ്ര അഥവാ നാജ എന്നറിയപ്പെടുന്ന, ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന, നാഗമെന്നോ സർപ്പമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു അതിഥി കുറേ മുട്ടയുമായിട്ട് ഒരു ബോട്ടിലിരിക്കുന്നു. എന്തായാലും ആ മുട്ടയെ ഞാൻ മാറ്റി മറ്റൊരു ബോട്ടിലേക്കാക്കി, ആ അമ്മയെ മാറ്റി മറ്റൊരു ബോട്ടിലേക്കാക്കി നമുക്ക് കാണാം ഇന്നത്തെ ഭാഗത്ത് നമ്മുടെ വ്യത്യസ്തയായ ആ അമ്മ മൂർഖനെ അല്ലെങ്കിൽ ഫീമെയിൽ കോബ്രയെ പരിചയപ്പെടാം. നമുക്ക് ആ അമ്മയെ. ഇതാണ് നമ്മുടെ പ്രേക്ഷകർ ഈ ആഴ്ച ആദ്യമായിട്ട് പരിചയപ്പെടുന്ന അതിഥി എന്ന് പറയുന്നില്ല, അതിഥികൾ. കാരണം ഈ അമ്മ കുഞ്ഞമ്മയാണ്. ഈ അമ്മയ്ക്ക് 5 വയസ്സിന് അടുത്ത് മാത്രമേ പ്രായമുള്ളൂ. ഈ അമ്മ 2 ദിവസങ്ങൾക്ക് മുന്നേ നിക്ഷേപിച്ച മുട്ടയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്നത്. അദ്ദേഹം ഇവിടെയല്ല മുട്ട നിക്ഷേപിച്ചത്, ബോട്ടിൽ തന്നെയാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താനായി, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അവയർനെസ്സിന് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ഇവരെ. ഈ അമ്മ നിക്ഷേപിച്ച 22 മുട്ടകളും അമ്മയുടെ മുന്നിൽ തന്നെയുണ്ട്. ഈ അമ്മയ്ക്ക് 5 വയസ്സിന് മുകളിൽ അടുത്ത് മാത്രമേ പ്രായമുള്ളൂ എന്ന് പറഞ്ഞു. ഈ അമ്മ നല്ല അഗ്രസീവാണ്. കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ. എന്തായാലും ഈ വർഷം ഒരു പ്രത്യേകതയുള്ളത്, കഴിഞ്ഞ വർഷം വരെ ഞാൻ 1000 ഉയരത്തിലേക്ക് മുട്ടകൾ അതിഥികളുടെ കോബ്രയുടെ മുറുക്കൻ്റെയൊക്കെ മുട്ടകൾ വിരിയിച്ചിരുന്നു. ഈ പ്രാവശ്യം അത്രയും കഴിയത്തില്ല. കാരണം എനിക്ക് തിരക്ക് കൂടിയതുകൊണ്ട് എനിക്ക് മുട്ട ഒരുപാട് കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഇപ്രാവശ്യം തിരക്ക് കൂടിയ ഒത്തിരി കോളുകളും ഉണ്ടായിരുന്നതുകൊണ്ട് പിടിച്ച അമ്മയും അപ്പനെയും ഒക്കെ പെട്ടെന്ന് കാട്ടിലേക്ക് തുറന്നു വിട്ടു. ഇപ്പോൾ പിടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് 1 ദിവസം കഴിയുമ്പോൾ ആ ബോട്ടിലേക്ക് നിക്ഷേപിക്കുന്ന മുട്ടകൾ മാത്രമേ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഈ മുട്ടയിട്ട അമ്മ ഇങ്ങനെ ആ അമ്മയ്ക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ മുട്ടയ്ക്ക് കാവലിരിക്കുകയല്ല, നമ്മളോട് വെച്ചതുകൊണ്ട് അവിടെ ഇരുത്തിയത് കൊണ്ട് അമ്മ അവിടെ ഇരിക്കുകയാണ്. ചൂടും കൂടുതലാണ്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ അഗ്രസീവായി ഇങ്ങനെ കടിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ അമ്മയ്ക്ക് എന്നെ കടിക്കാം. കാരണം എൻ്റെ കാലിൻ്റെ മുട്ടിരിക്കുന്നത് ആ അമ്മയുടെ മുന്നിൽ നിന്ന് ഒരു 1.5 അടി അല്ലെങ്കിൽ 2 അടിക്ക് 1.5 അടിക്കകത്തുള്ള അകലം മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നതും 1.5 അടി ഹൈറ്റ് ഉണ്ട്.
അപ്പോൾ അമ്മയ്ക്ക് കുതിച്ച് കടിക്കുമ്പോൾ തന്നെ കടിക്കാനായി വരുമ്പോൾ തന്നെ 1.5 ഹൈറ്റിന് എണീറ്റ് നിൽക്കുമ്പോൾ 2 അടിയിൽ കൂടുതൽ മുന്നിലേക്ക് അമ്മയ്ക്ക് വലിഞ്ഞ് കടിക്കാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകം പറയാനുള്ള കാര്യം, ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. കാരണം നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത തലമുറ, നമ്മൾ കതിരുമ്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല. അതായത് കതിരുമ്മേൽ എന്നൊരു പഴഞ്ചൊല്ലാണ്. മുത്തശ്ശിമാർ, നമുക്ക് മുതിർന്ന ആൾക്കാരെ ഒരിക്കലും ബോധവൽക്കരിക്കാൻ കഴിയില്ല. കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുക. അങ്ങനെ താഴെ തട്ടിൽ കുഞ്ഞുങ്ങളിൽ നിന്ന് ബോധവൽക്കരണം എന്നുള്ള സംരംഭം മുന്നോട്ട് വെച്ചാണ് സ്നേക് മാസ്റ്റർ ടീം യാത്ര തുടരുന്നത്. ഒരു കാരണവശാലും ഇപ്പോൾ എല്ലാവരും മുതിർന്ന ആൾക്കാർ ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, അവരനുകരിക്കുന്നത് വാർത്തയ്ക്കോ അല്ലെങ്കിൽ മീഡിയയിൽ വരാനോ മാത്രമാണ് ഇപ്പോൾ പലരും അനുകരിക്കുന്നത്. അങ്ങനെ അനുകരിക്കരുത്, അത് അപകടമായി മാറും. ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇത് അനുകരിക്കണമെന്ന്. അതുമാത്രമല്ല, ഇത് ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഫോറസ്റ്റിൻ്റെ നമ്മുടെ വൈൽഡ് ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഇനി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വ്യത്യസ്തരെ പരിചയപ്പെടുത്താൻ ശ്രമിക്കും. അതിൽ 100% നമ്മൾ വിജയിക്കണം എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഞങ്ങളുടെ യാത്ര. നവംബർ തുടക്കം മുതൽ ഡിസംബർ ജനുവരിയൊക്കെ മൂർഖനും ഇണചേരുന്ന സമയമാണ്. കോബ്രയും മാറ്റിങ്ങിൻ്റെ ടൈമാണ്. അത് കഴിഞ്ഞാൽ, ഈ മാറ്റിംഗ് കഴിഞ്ഞാൽ പരമാവധി 60 ദിവസം, 55 മുതൽ 60 ദിവസങ്ങൾക്കിടയിൽ ഇവ മാളങ്ങളിൽ മുട്ട നിക്ഷേപിക്കുകയും അത് കഴിഞ്ഞാൽ 55 മുതൽ 60 ദിവസങ്ങൾക്കിടയിൽ മൂർഖൻ പാമ്പിൻ്റെ മുട്ടകൾ വിരിയുകയും ചെയ്യും. അതുപോലെ ഇവ മാളത്തിൽ മുട്ട നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തള്ളപ്പാമ്പിൻ്റെ ആവശ്യമില്ല, താനെ മുട്ട വിരിയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ വീട്ടിൽ മുട്ട വിരിയിക്കുമ്പോൾ ഒരിക്കലും തള്ളപ്പാമ്പുകൾ ഉണ്ടാവാറില്ല, താനെ മുട്ട വിരിയിക്കുകയാണ്. $55 മുതൽ 60 ദിവസം വരെ മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയാനായി സമയമെടുക്കുകയും എൻ്റെ വീട്ടിൽ മുട്ട വിരിയുമ്പോൾ തള്ളയുടെ ആവശ്യമില്ല. അതുപോലെ മാളങ്ങളിലും പാമ്പും മുട്ട നിക്ഷേപിച്ചാൽ തള്ളപ്പാമ്പുകളുടെ ആവശ്യമില്ല. എല്ലാ ഉരകങ്ങൾക്കും മുട്ട ഇട്ട് കഴിഞ്ഞാൽ തള്ളയുടെ ആവശ്യം വരുന്നില്ല. അത് നമ്മൾ മറന്നു പോകാതിരിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു, നവംബർ ഡിസംബർ ജനുവരി കാലഘട്ടങ്ങളാണ് ഇവയുടെ മാറ്റിംഗ് അഥവാ ഇണചേൽ സമയം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് മറ്റൊരു അറിവാണ് നമ്മുടെ ടീമിലൂടെ നമ്മളിപ്പോൾ പുറത്തേക്ക് നിങ്ങൾക്ക് തരുന്നത്. ഒന്ന്, നമ്മുടെ അമ്മമാർ പറയും മുട്ടയിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ പാമ്പുകൾ ഭയങ്കര ശത്രുത ഉണ്ടാവും, പെട്ടെന്ന് കടിക്കും, ഓടിച്ചിട്ട് കടിക്കുമെന്നൊക്കെയാണ്. ഇതൊക്കെ മണ്ടത്തരാണ്. അല്ല, പാമ്പുകളുടെ ഇണച്ചേരൽ അഥവാ മാറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ അടുത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓടിച്ചിട്ട് കടിക്കാതെ നോക്കി വെച്ചിട്ട് പിന്നെ വന്ന് പക വീട്ടും എന്നൊക്കെയാണ് നമ്മുടെ മുത്തശ്ശിമാർ പറയുന്നത്. ഇതെല്ലാം ശുദ്ധമായ മണ്ടത്തരാണ്. പണ്ട് നമ്മുടെ മുത്തശ്ശന്മാർ ഇതൊക്കെ പറഞ്ഞിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവയുടെ മാറ്റിംഗ് അല്ല ഇണചേരൽ പ്രക്രിയ നടക്കുമ്പോൾ നമ്മളൊക്കെ അവരുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ മാറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ മാറ്റിംഗ് നടക്കുന്ന വെച്ചാൽ മറ്റ് ജീവികളുടെ മാറ്റിംഗ് പോലെയല്ല. ഇവയ്ക്ക് ഒരുപാട് സമയമെടുക്കും മാറ്റിംഗ് നടക്കാനായിട്ട്. ഈ മാറ്റിംഗ് നടക്കുമ്പോൾ തന്നെ ഇവയുടെ ഫീമെയിൽ പാമ്പുകളുടെ ഇത് പ്രോസസ്സിങ് നടക്കുന്നതിൻ്റെ ആ ഏരിയയിലേക്ക് മെയിൽ പാമ്പിൻ്റെ ബോട്ടം കടന്നു പോയി ആ ബോട്ടം പിന്നെ അവിടെ ഇരുന്ന് വികസിക്കുമ്പോൾ വലുതായി ആണ് മറ്റ് പ്രക്രിയകൾ നടക്കുന്നത്. ആ സമയത്ത് ഇവയെ നമ്മൾ പേടിപ്പിക്കുമ്പോൾ ഇവ രണ്ട് വഴിക്ക് ഓടി പിരിയാൻ ശ്രമിക്കുമ്പോൾ ഇവയുടെ ആ ഇണചേൽ പ്രക്രിയയ്ക്ക് ആ ഭാഗത്തിന് തകരാറുണ്ടാവുകയും അവർക്ക് മരണം സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് പൂർവികർ പാമ്പുകൾ മാറ്റിംഗ് നടക്കുന്ന ഇണചേരുന്ന സമയത്ത് പോകരുത്, അവരുടെ അടുത്ത് പോകരുതെന്ന് പറയുന്നത്. അല്ലാതെ അത് പകവീട്ട് വെച്ച് പെരുമാറുമെന്നൊക്കെ പറയുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരം ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഇവയൊക്കെ നമ്മുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കുക. ഇവയ്ക്ക് കാലും കൈയുമില്ല, അതുകൊണ്ട് ഇവർക്ക് ഓടി വരാനോ നമ്മെ ഓടിച്ചിട്ട് കടിക്കാനോ കഴിയില്ല. പാമ്പുകൾക്ക് കാലും കൈ ഇല്ലാത്തതിന് കാലും കൈയും ഇല്ലാത്തതുകൊണ്ട് കാലും കൈയുമുള്ളൊരു ജീവിക്ക് മാത്രമേ ഒരാളിനെ എയിം ചെയ്ത് വരാൻ കഴിയും. ഇവയ്ക്ക് കാലും കൈയും ഇല്ലാത്തതുകൊണ്ട് സ്പീഡ് കൂടുമ്പോൾ അത് വേറെ ഒരു ദിശയിലേക്ക് അല്ലെങ്കിൽ വേറെ ഒരു മറ്റൊരു ആംഗിളിലേക്കാണ് ഇവ പോകുന്നതെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ മറന്നു പോകാതിരിക്കുക. അതുപോലെ
ഇവയുടെ മുട്ടയുടെ പ്രത്യേകത തന്നെ, മുട്ടയിട്ട് കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് വിരിഞ്ഞ് വരുമ്പോൾ തന്നെ അതിൻ്റെ ഫാങ്സ് വെനം ഇഞ്ചെക്ട് ചെയ്യുന്ന പല്ല് ഉണ്ടാവും. വളരെ കുറച്ച് വെനവും ഉണ്ടാവും. പക്ഷേ വെനമുള്ള പാമ്പുകൾ ഏത് ഭൂമിയിലേക്ക് ജനിച്ചു വരുമ്പോഴത്തേക്കും അവയ്ക്ക് ദഹന ഗ്രന്ഥി ഉണ്ടാവും, പല്ലുണ്ടാവും, വെനവും ഉണ്ടാവും, ഫ്രഷായിട്ടുള്ള വെനവും ഉണ്ടാവും. അല്ലാതെ ചില നമ്മുടെ നാട്ടിലെ മലയാളി നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഒരു ചൊല്ലുള്ളത്, വെനമുള്ള പാമ്പുകൾ ജനിച്ചു വന്നാൽ ഉടനെ വെനമുണ്ടാകത്തില്ല, പല്ലുണ്ടാകത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ശുദ്ധ മണ്ടത്തിലാണ്. ജനിക്കുമ്പോൾ തന്നെ മുട്ടയിൽ ഫോം ആകുമ്പോൾ തയ്യാറാകുമ്പോൾ തന്നെ ഗ്ലാൻഡ് ഉണ്ടാവുന്നു, മറ്റെല്ലാ വെയിനും എല്ലാ അവയവങ്ങളും ഉണ്ടാവുന്നു. അത് വെനം മരണകാരണമായ വെനം നമ്മുടെ ശരീരത്തേക്ക് കടന്നു പോകണമെങ്കിൽ പരമാവധി 1 വയസ്സെങ്കിലും മൂർഖൻ പാമ്പിന് പ്രായമുണ്ടെങ്കിലും മാത്രമേ അവയുടെ വെനത്തിന് വീര്യം ക്വാണ്ടിറ്റി കൂടുകയുള്ളൂ എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. അതുപോലെ ഇനി നമ്മുടെ പ്രേക്ഷകരോട് എൻ്റേതായിട്ടൊരു അഭ്യർത്ഥനയുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസം ആവാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മാർച്ച് ഏപ്രിൽ മാസം മൂർഖൻ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമാണ്, അണലി പ്രസവിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അപകടങ്ങളെ വിലയ്ക്ക് വാങ്ങാതിരിക്കാനായി നമ്മുടെ പ്രേക്ഷകർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വിറക് അല്ലെങ്കിൽ ഓലമടൽ, കൊതുമ്പ് ചൂട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ശേഖരിച്ച് താഴെ വെക്കാതിരിക്കുക. തൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ശേഖരിച്ച് വെക്കാതിരിക്കുക. കഴിയുമെങ്കിലും ഉയരത്തിൽ വിറവ് എന്തെങ്കിലും ശേഖരിക്കുന്നുണ്ടെങ്കിൽ അത് ഉയർത്തി 3 അടിയോളം പൊക്കത്തിൽ സ്റ്റാൻഡിട്ട് അതിന് മുകൾ വശത്ത് മാത്രമേ ഇത് അടുക്കി വെക്കാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിങ്ങൾ ഷൂ, ക്യാൻവാസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഊരി പുറത്ത് വെക്കുകയാണെങ്കിൽ രാത്രി വൈകിട്ട് കൊണ്ട് ഊരി വെച്ചിട്ട് അടുത്ത ദിവസം അത് എടുത്തിടുന്നതിന് മുന്നേ, ആ ഷൂ ധരിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഷൂ എടുത്തിട്ട് കമിഴ്ത്തി നന്നായിട്ട് 5-6 പ്രാവശ്യം തട്ടിയതിന് ശേഷം മാത്രമേ ആ ഷൂ നിങ്ങൾ ധരിക്കാൻ പാടുള്ളൂ. കാരണം ഈ ഇണചേർന്ന സമയത്ത് ആ വിടിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങൾ അമ്മയുമായിട്ടോ മറ്റു കുഞ്ഞുങ്ങളുമായിട്ടൊന്നും മറ്റ് സഹോദരങ്ങളുമായിട്ടോ യാതൊരു ബന്ധമില്ല. ഇവർ 4 വഴിക്ക് സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ആ സ്പ്ലിറ്റായി പോകുമ്പോൾ അവർക്ക് എവിടെ ഒളിക്കാൻ പറ്റുന്നുവോ അവിടെ ഇവർ ഒളിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്ത് വെക്കാതിരിക്കുക. അതുപോലെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായിട്ട് ചെരുപ്പ് ഉപയോഗിച്ച് തന്നെ നടന്നു പോകണം. ചെരുപ്പിട്ട് തട്ടി നടന്നു പോകണം. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കരിയില, ചപ്പ്, മരത്തിൻ്റെ ഇല ഉണങ്ങിക്കിടന്നാൽ അതൊക്കെ എടുത്ത് മാറ്റാനും നമുക്ക് കഴിയണം. എന്തായാലും നമ്മുടെ ഈ അമ്മ അതിഥിയെ ഞാൻ ബോട്ടിലാക്കുന്നു. ചൂട് കൂടിയാണ്. നമ്മുടെ മുട്ടയും നമുക്ക് അധികം വെയിലടിക്കാൻ പാടില്ല, കാറ്റ് അധികം കടന്നു പോകാൻ പാടില്ല. അങ്ങനെ ഇരുന്നാൽ ഈ മുട്ടയൊന്നും വിരിയത്തില്ല. നമുക്ക് എന്തായാലും ഈ 22 മുട്ടയെന്ന് പറയുമ്പോൾ 22 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ 22 അതിഥികളെയും ഈ അമ്മ അതിഥി 23 അതിഥികളെയും ബോട്ടിലാക്കിയതിന് ശേഷം ഞാനൊരു അതിഥിയെ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു. എൻ്റെ ഈ ജീവിതത്തിനിടയിൽ ഈ മാറ്റിംഗ് സീസണിൽ ഇത്രയും സൈസായ ഒരു അതിഥിയെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ 2 ദിവസങ്ങൾക്ക് മുന്നേ എനിക്കൊരു രാത്രിയിൽ ഒരു വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കിട്ടിയ ഒരു അതിഥിയെ കൂടി ഇവരെ ബോട്ടിലാക്കി സേഫായിട്ട് അല്ലെങ്കിൽ ഭദ്രമായിട്ട് വെച്ചതിന് ശേഷം ആ അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം അമ്മയാണ്, പ്രസവിക്കുന്ന ആളാണ്, പ്രസവിക്കുവാൻ പോകുന്ന അമ്മയാണ്. ആ അമ്മയായിരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സമ്മാനിക്കാൻ പോകുന്ന അമ്മ. കാരണം അമ്മയുടെ ശരീരവും വണ്ണമൊക്കെ കണ്ടിട്ട്, വയറൊക്കെ കണ്ടിട്ട് ആ അമ്മ എൻ്റെ കണക്ക് കൂടുതൽ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ആ അമ്മ ഈ വർഷം എനിക്ക് 40-ലേറെ കുഞ്ഞുങ്ങളെ സമ്മാനിക്കും. അതിനൊരു മാറ്റമില്ല. ആ അമ്മയെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ഇവരെ ബോട്ടിലാക്കി ഭദ്രമായിട്ട് അടച്ചതിന് ശേഷം ആ അമ്മയെ പരിചയപ്പെടാം.